എന്താണ് ആറ്റം എന്ന് ചോദിച്ചാൽ ഒരു മൂലകത്തിൻ്റെ എല്ലാ സവിശേഷതയോടും കൂടിയ ഏറ്റവും ചെറിയ അടിസ്ഥാന ഘടകമാണ് ആറ്റം എന്ന് പറയുന്നത്. അത് നമുക്ക് വിഭജിക്കാൻ കഴിയാത്തത് എന്ന അർത്ഥം വരുന്ന ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം എന്ന് പറയുന്ന പേര് വന്നത്. പദാർത്ഥങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സൂക്ഷ്മ കണങ്ങൾ കൊണ്ടാണെന്ന ആശയം BC 6-ാം നൂറ്റാണ്ടിൽ മുന്നോട്ട് വെച്ച ഭാരതീയനാണ് കണാദ മഹർഷി. തൻ്റെ വൈശേഷിക ദർശനങ്ങളിലാണ് അദ്ദേഹം ഈ ആശയം മുന്നോട്ട് വെച്ചത്. ഗ്രീക്ക് തത്വചിന്തകനായ ലൂസിപ്പസും ഡെമോക്രിറ്റസും പ്രപഞ്ചം നിർമ്മിച്ചിട്ടുള്ളത് അതിസൂക്ഷ്മ കണങ്ങൾ കൊണ്ടാണെന്ന് സമർത്ഥിച്ചു. എല്ലാ വസ്തുക്കളിലുമുള്ള അതിസൂക്ഷ്മ കണങ്ങൾ വിഭജിക്കാൻ കഴിയാത്തതാണെന്ന ആശയം ഡെമോക്രിറ്റസ് മുന്നോട്ട് വെച്ചു. റോമിൽ ജീവിച്ചിരുന്ന ലൂക്രീഷ്യസ് പദാർത്ഥങ്ങൾ അവിഭാജ്യ കണികകളാൽ നിർമ്മിതമാണെന്നും പദാർത്ഥ വൈവിധ്യം അവയിൽ അടങ്ങിയിരിക്കുന്ന കണികകളുടെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നുവെന്നും കണികകൾ ശൂന്യതയിലൂടെ ഒരു നിശ്ചിത വേഗത്തിൽ സഞ്ചരിക്കുകയാണെന്നും പ്രസ്താവിച്ചു. അത് ലൂക്രീഷ്യസ് ആണ്. ഇനി ഗ്രീക്ക് തത്വചിന്തകനായ പ്ലേറ്റോയും മൂലക സിദ്ധാന്തങ്ങൾ വിശ്വസിച്ചിരുന്ന അരിസ്റ്റോട്ടിലും അണുസിദ്ധാന്തങ്ങളെ അംഗീകരിക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഡാൾട്ടൻ്റെ അറ്റോമിക സിദ്ധാന്തമാണ്. അണുസിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന ജോൺ ഡാൾട്ടൺ എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി എന്ന തൻ്റെ കൃതിയിലൂടെ മുന്നോട്ട് വച്ച അണുസിദ്ധാന്തം ശാസ്ത്രചരിത്രത്തിലെ വഴിത്തിരിവായി. അറ്റോമിക് സിദ്ധാന്തത്തിലെ ചില പ്രധാന ആശയങ്ങൾ നോക്കാം. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന സൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാനോ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളിലെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസും ഉള്ളവയായിരിക്കും. രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ഘടകമാണ് ആറ്റം എന്ന് പറയുന്നത്. രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചാണ് സംയുക്തങ്ങൾ ഉണ്ടാവുന്നത്. ഇനി എന്താണ് ആറ്റത്തിൻ്റെ ഘടന എന്ന് ചോദിച്ചാൽ ഏതൊരു മൂലകത്തിൻ്റെയും ആറ്റങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് പ്രധാനമായും ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ എന്നീ കണങ്ങൾ കൊണ്ടാണ്. ഇവയുടെ എണ്ണത്തിലുള്ള വ്യത്യാസമാണ് ഒരു മൂലകത്തെ മറ്റു മൂലകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഇലക്ട്രോൺ J.J. തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. കാഥോഡ് കിരണങ്ങളെക്കുറിച്ച് അദ്ദേഹം നടത്തിയ വിശദമായ പഠനങ്ങളിലാണ് ഇലക്ട്രോണുകളുടെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത്. ഏത് വാതകം എടുത്ത് ഡിസ്ചാർജ് നടത്തിയാലും അവയിൽ നിന്നെല്ലാം ഒരേ ഇനം നെഗറ്റീവ് ചാർജുള്ള കണങ്ങൾ ഉണ്ടാകുന്നതിനാൽ എല്ലാ പദാർത്ഥങ്ങളിലുമുള്ള പൊതു ഘടകമാണിതെന്നും ഇവ ആറ്റത്തേക്കാൾ സൂക്ഷ്മ കണങ്ങളാണെന്നും ആറ്റത്തിൻ്റെ ഭാഗമാണെന്നും തോംസൺ സമർത്ഥിച്ചു. താൻ കണ്ടെത്തിയ കണത്തെ J.J. തോംസൺ ആദ്യം വിളിച്ചത് കോർപ്പസൽ എന്നായിരുന്നു. വാതകങ്ങളിലൂടെ വൈദ്യുതി കടത്തിവിട്ടത് കൊണ്ടുള്ള പരീക്ഷണങ്ങൾ തോംസനെ 1906 ഭൗതികശാസ്ത്ര നൊബേൽ സമ്മാനത്തിന് അർഹനാക്കി. റോബർട്ട് ആൻഡ്രൂസ് മില്ലിക്കലാണ് ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ മൂല്യം കണ്ടെത്തിയത്. 1909 ഓയിൽ ഡ്രോപ്പ് പരീക്ഷണങ്ങളിലൂടെയാണ് അദ്ദേഹം ഇത് കണ്ടുപിടിച്ചത്. ഇനി പ്രോട്ടോൺ എന്താണെന്ന് നമുക്ക് നോക്കാം. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളുടെ വാതകങ്ങളിലെ പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞനാണ് ഗൂഗൻ ഗോൾഡ്സ്റ്റീൻ. 1886 ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ച് ആനോഡ് രശ്മികൾ ഉണ്ടാക്കിയ അദ്ദേഹം അതിൻ്റെ സവിശേഷതകൾ പഠിച്ച് പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തു. പോസിറ്റീവ് ചാർജിനെ ആധികാരികമായി തെളിയിച്ചത് ഏണസ്റ്റ് റുദർഫോർഡ് ആയിരുന്നു. പ്രോട്ടോൺ കണ്ടുപിടിച്ചതും ആ പേര് നൽകിയതും റുദർഫോർഡാണ്. വളരെ നേർത്ത സ്വർണ്ണ തകിടിലൂടെ ആൽഫാകരണങ്ങൾ വൃത്താകൃതിയിൽ ക്രമീകരിച്ച് ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ പതിപ്പിച്ച് അതിൻ്റെ പരീക്ഷണ ഫലങ്ങൾ വിശകലനം ചെയ്തതിലൂടെയാണ് തൻ്റെ നിഗമനങ്ങൾ അദ്ദേഹം രൂപപ്പെടുത്തിയത്. ആറ്റത്തിൻ്റെ ഭൂരിഭാഗവും ശൂന്യമാണെന്നും പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ച ഒരു ഭാഗമുണ്ടെന്നും റുദർഫോർഡ് സമർത്ഥിച്ചു. ഈ കേന്ദ്രമാണ് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ്. 1920 പോസിറ്റീവ് ചാർജിന് കാരണമായ കണങ്ങൾ പ്രോട്ടോൺ ആണെന്ന് തെളിയിക്കപ്പെട്ടത്. ഇതിൻ്റെ ചാർജ് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജിന് തുല്യവും വിപരീതവുമാണെന്ന് അദ്ദേഹം കണ്ടെത്തി. പ്രോട്ടോണിൻ്റെ മാസ് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിന് തുല്യമാണെന്ന് കണ്ടെത്തിയ അദ്ദേഹം ന്യൂക്ലിയസിൽ ചാർജില്ലാത്തൊരു കണത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകാമെന്ന് പ്രവചിക്കുകയും ചെയ്തു. ഇനി ന്യൂട്രോൺ ആണ്. റുദർഫോർഡിൻ്റെ ശിഷ്യനായിരുന്ന ജെയിംസ് ചാഡ്വിക് ആണ് 1932 ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ ചാർജ് ഇല്ലാത്ത ഒരു കണമുണ്ടെന്ന് ശാസ്ത്രീയമായി തെളിയിച്ചത്. ചാർജ് ഇല്ലാത്ത ഈ കണമാണ് ന്യൂട്രോൺ. മാസുള്ള കണങ്ങളായ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ന്യൂക്ലിയസിലായതിനാൽ ഒരു ആറ്റത്തിൻ്റെ മാസ് മുഴുവൻ ന്യൂക്ലിയസിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു.